ഹലോ ഫ്രണ്ട്സ്, ഈ ഡിസൈൻ നമുക്ക് ഇതിൻ്റെ പാതി കോഡ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന CSS പ്രോപ്പർട്ടിയാണ് കറണ്ട് കളർ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കറണ്ട് കളർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇതിൻ്റെ പാതി കോഡ് കൊണ്ട് തന്നെ ഇതേ ഡിസൈൻ അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിത്തു, ഒരു സീനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ഇവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു റോയിൽ 3 ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3 കാർഡുകൾ. 3 കാർഡിനും ഓരോ സ്റ്റൈൽ വരാൻ വേണ്ടി 3 ക്ലാസ് ഇട്ടിട്ട് സെപ്പറേറ്റ് സ്റ്റൈൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു സക്സസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ കാണിക്കാനും, രണ്ടാമത്തെ കാർഡിൽ എറർ മെസ്സേജ് വന്നാൽ കാണിക്കാനും, മൂന്നാമത്തെ വാണിംഗ് കാണിക്കാനും. ഓക്കെ, ഇനി ഞാൻ ചെയ്തേക്കുന്ന CSS കാണിക്കാം. ഓക്കെ, ആദ്യം കാർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബോർഡർ കളറ്, ബോക്സ് ഷാഡോ, പിന്നെ ബട്ടണ് ഒരു ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, ഈ കാർഡിൻ്റെ കൂടെ സക്സസ് എന്ന് പറഞ്ഞ ക്ലാസ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ കളറ്, ബോർഡർ കളറ്, ബോക്സ് ഷാഡ് എല്ലാം മാറ്റി ഗ്രീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ സക്സസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ചൈൽഡായിട്ട് വരുന്ന ബട്ടണ് ബോർഡർ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ എററിൻ്റെ കേസിൽ നമ്മൾ റെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ആ ബട്ടൺ റെഡാക്കി കൊടുത്തിട്ടുണ്ട്. വാണിങ്ങിൻ്റെ കേസിൽ ഓറഞ്ച് കളറാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ പാതി കോഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തൽക്കാലം ഇത് മാറുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കളർ കൊടുത്തപ്പം കണ്ടില്ലേ, ഇവിടെ ആ കളർ മാറിയതുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഇനി എന്നിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ കറണ്ട് കളർന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇത് ബോക്സ് ഷാഡോയ്ക്കും ഞാൻ ഈ #333 മാറ്റിയിട്ട് കറണ്ട് കളർ കൊടുത്തു. അതുപോലെ ബട്ടൻ്റെ ബോർഡറും മാറ്റി കറണ്ട് കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സക്സസിൻ്റെ ബട്ടൻ്റെ ഈ സ്റ്റൈലിനെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കണ്ടോ, എന്നിട്ട് അതിനൊരു ഡിസൈനിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതുപോലെ നമുക്ക് എററിൻ്റെ കേസിലും നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ വാണിംഗ് മെസ്സേജിൻ്റെ കേസിലും റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ സ്റ്റൈലുകളും റിമൂവ് ചെയ്യാം. ഓക്കെ, ബോർഡർ കളറും ബോക്സ് ഷാഡും സെപ്പറേറ്റ് കൊടുക്കുന്നത് ഒഴിവാക്കി. അതുപോലെ കാർഡറിൻ്റെ കേസിലും നമ്മൾ ബോക്സ് ഷാഡും ബോർഡർ കളറും റിമൂവ് ചെയ്തു. വാണിങ്ങിൻ്റെ കേസിലും നമ്മൾ അതുപോലെ മാറ്റി. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ മുമ്പേ ഉള്ളതിൻ്റെ പാതി കോഡായില്ലേ. പക്ഷേ ഈ ഡിസൈൻ അതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കറണ്ട് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, ഈ കാർഡിൻ്റെ ടെക്സ്റ്റ് കളർ എന്താണോ ആ കളറിനെ ഈ ഇതിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇത് എവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ കളർ മാറ്റുന്നു, അപ്പോൾ ആ കളറിനെ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യും. അതാണിപ്പോൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സക്സസിൻ്റെ കേസിൽ ഗ്രീൻ കളറല്ലേ, ഇതിനെ മാറ്റി നമുക്ക് വേറെ കളറാക്കാം. ഓക്കെ, കണ്ടില്ലേ, ഒരു കളർ മാറ്റിയപ്പോൾ തന്നെ അത്രയും ചേഞ്ചസ് വന്നു. അതായത് ബോർഡർ കളർ മാറി, ബോക്സ് ഷാഡോ. നമുക്കങ്ങനെ ഈ കളർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ CSS പ്രോപ്പർട്ടി ഉണ്ടോ അതിനകത്തെല്ലാം നമുക്ക് കറണ്ട് കളർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എറർ വരുന്ന കേസിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്ലൂ കൊടുക്കാം. കണ്ടോ, ഒറ്റ കളർ മാറ്റിയപ്പോൾ തന്നെ അത് മാറി. അപ്പം പക്ഷേ സാധാരണ ഇത് ഇതിനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ് ഇത് അധികം പേര് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഇതെന്താ ബ്രൗസേഴ്സിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്ന്. ഓക്കെ, അപ്പം അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, developer.mozilla.org കയറുക, കറണ്ട് കളർന്ന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ടേബിൾ കിട്ടും. ഓക്കെ, ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, കറണ്ട് കളറിൻ്റെ കറസ്പോണ്ടിങ് റോ ചെക്ക് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, എല്ലാ ബ്രൗസേഴ്സിലും ഇത് കറണ്ട് കളർ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ക്യാൻ ഐ യൂസ് CSS കറണ്ട് കളർ എന്ന് പറഞ്ഞ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, canIuse.com എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് കിട്ടും. അതിൽ കയറാമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ UI സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ക്രോം, എഡ്ജ്, സഫാരി. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ ഏത് വേർഷൻ തൊട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്തതെന്ന് ഇത് കാണിക്കും. അപ്പോൾ ഇതിൽ കാണുമെങ്കിൽ എല്ലാ ബ്രൗസറിലും ഗ്രീൻ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇത് എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും വരില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.